ഇവാൻ ജിയോ കിഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഒരു അമ്മാമ്മ ഉണ്ട്. ആ അമ്മാമ്മൻ്റെ 100 വയസ്സ് തികയാണ്. ആ അമ്മാമ്മൻ്റെ വീട്ടിലേക്ക് ബർത്ത്ഡേക്ക് പോകുകയാണ് നമ്മൾ. അപ്പോൾ നമുക്ക് ബർത്ത്ഡേക്ക് അങ്ങോട്ട് പോകുകയാണ്. അവളും നേരെ മുമ്പിൽ നടക്കുന്നുണ്ട്. അവിടെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് തോന്നുന്നു. നമ്മളിതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നൂനുതാ ദീനമ്മക്ക് നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഇല്ല എല്ലാരും പള്ളിയിലച്ചൻ വരാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആ ഗൈസ്. സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, 136 സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. പ്രസ്തുത സങ്കീർത്തനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആ സങ്കീർത്തനം ഉടനീളം പറയുന്നുണ്ട്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുക, അവൻ നല്ലവനാണ്, അവന്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവ ഒക്കെ ഇങ്ങനെയൊരു ദൈവ നടത്തിപ്പ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് ഓർത്ത് അമ്മമ്മയുടെ പ്രാർത്ഥനയെ ഓർത്ത്, അമ്മമ്മയുടെ ആരാധന ജീവിതത്തെ ഓർത്ത്, സാക്ഷി ജീവിതത്തെ ഓർത്ത് എല്ലാം ദൈവത്തെ ചെയ്യുക. സർവശക്തനായ ദൈവം അതിനായിട്ട് നമ്മെ എല്ലാവരെയും, വിശേഷ അമ്മാമിയെ ഇനിയും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാം ദൈവത്തിന് അത്യധികമായ സ്തോത്രം ചെയ്യാം. സഭയായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്, അതുപോലെ പ്രിയപ്പെട്ടവരായിട്ട് നമ്മൾ ഒരുമിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു അനുഗ്രഹം, ഒരു അത്ഭുതം ദൈവം തന്നത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നല്ല കൂട്ടായ്മയ്ക്കാട് സ്തോത്രം. അമ്മമ്മയുടെ ജന്മദിനത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടി വന്ന് കർത്താവിനെ സ്തുതിക്കുന്നു, നിന്നെ മഹത്വപ്പെടുന്നു, നിന്നെ ആരാധിക്കുന്നു. കർത്താവ് യഹോവ നല്ലവനും, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താവ് നിന്റെ ദയ അത് നിത്യമാണ്, അത് എന്നേക്കുമുള്ളതാണ്. അത് ഞങ്ങൾ ഏറ്റു പറയുകയാണ്. അമ്മമ്മയെ നീ ഫലപ്പെടുത്തണം. കർത്താവെ ആയുരാരോഗ്യത്തോടെ അനുഗ്രഹത്തോടെ വഴി നടത്തണം. കർത്താവ് ഇതിന്റെ പ്രാർത്ഥന ഈ ദേശത്തിന്റെ സൗഖ്യമായി തീർന്നിരിക്കുക സ്തോത്രം, സഭയുടെ സാക്ഷ്യമായി തീർന്നിരിക്കുക സ്തോത്രം. കർത്താവ് സഭയുടെ ശക്തിയായി പ്രിയമകൾ രൂപാന്തരപ്പെട്ടത് ഒരു സ്തോത്രം. ഇനിയും ഇതിനെ മഹത്വപ്പെടുത്തി തന്റെ നാടുകളെ മുന്നോട്ട് നയിക്കാനുള്ള കൃപ നൽകണം. തന്റെ മക്കളും തന്റെ മരുമക്കളും തന്റെ പേരക്കുട്ടികളും ഒക്കെ അനുഗ്രഹമായിരിക്കുകയാണ്. കർത്താവേ സ്തോത്രം. ഇഹലോകം വിട്ട് നിന്റെ സന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഞങ്ങൾക്കുണ്ട്. അതൊന്നും ഞങ്ങൾ മറന്നു കളയുന്നില്ല കർത്താവ്. എന്നാൽ ഈ ലോകത്ത് നിന്ന് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് സ്വർഗലോകത്തേക്കാണ്. ഞങ്ങൾക്ക് മുമ്പേ കടന്നുപോയ മക്കളൊക്കെ സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് കർത്താവ് അങ്ങനെയുള്ള ചിന്തകളൊന്നും ഞങ്ങളെ ഭരിക്കാതെ, കാരണം ഏത് അനുഗ്രഹം നമ്മിലുണ്ടായി, വാത്സല്യ അമ്മമ്മയുടെ മേലുണ്ടായി, തലമുറകളുടെ മേലുണ്ടായി, സഭയോടും ദേശത്തോടു കൂടിയും ഉണ്ടായി, ഇപ്പോഴും എന്നേക്കും സദാകാലവും നമ്മോടുകൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ. പക്ഷെ പള്ളിയുള്ള സമയങ്ങളിൽ ദൈവത്തെ ആരാധിപ്പാനും മാറ്റപ്പെടുത്താനും നമ്മളാരും മറക്കരുത്. അപ്പൊ അമ്മാമ എന്നെ നമ്മളതൊരു മാതൃകയാക്കണമല്ലോ. അപ്പൊ അത് എല്ലാവരും പറയും. പിന്നെ ഈ ദൈവം കൊടുത്തിരിക്കുന്ന ഈ ആയുസ് പറ്റുമെങ്കിൽ കഴിഞ്ഞ ഒരു കുറച്ച് കാലങ്ങൾക്കൊന്നും ഇങ്ങനെ 100 വയസ്സ് തയ്ച്ചിട്ട് ആരും നമ്മളെ പള്ളിയിൽ, നമ്മളെ ഓർമ്മയിൽ ഇല്ല. നമ്മളെ സഭയിലുള്ളത് ഇത്രയും 100 വയസ്സ് 101 വയസ്സ് കഴിഞ്ഞവരുള്ള ആരുമില്ല. പക്ഷെ ഇനിയും ഉണ്ടാവുമെന്ന് പറയാനും പറ്റില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പൊ അതുകൊണ്ട് ദൈവം ഏറ്റവും ഒരു അനുഗ്രഹമായിട്ടുള്ള ഒരു ദീർഘായുസ് കൊണ്ട് ഞാൻ തൃപ്തി വരുത്തുന്ന സങ്കീർത്തനം പറഞ്ഞ പോലെ ദൈവം ദീർഘായുസ് കൊണ്ട് അമ്മാനെ തൃപ്തി വരുത്തുകയാണ്. മാത്രമല്ല ദൈവം എത്രത്തോളം വരെയല്ല നിങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെ അമ്മാനെ നോക്കുന്നുണ്ടെന്നുള്ളത്. ഇനിയും കുറെ വർഷം കൂടെ ജീവിച്ചിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അസുഖങ്ങളും രോഗങ്ങളും ഒന്നും വരാതെ ദൈവത്തിന്റെ എല്ലാ കരുതലും കാവലും ഉണ്ടാവട്ടെ. അമ്മമ്മയെ നോക്കുന്ന മക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവർക്ക് വേണ്ടുന്ന എല്ലാ കൃപകളും ധാരാളമായി നൽകട്ടെ. ഞങ്ങളുടെ ശ്രീജന സഖ്യത്തിന്റെ പേരിൽ ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു. ഇനി ആരാണ് പറയുന്നത്? സൺഡേ സ്കൂളിന്റെ പ്രതിനിധിയായി മനോഹരമായി അത്രയും ക്ഷേമത്തോടുകൂടെ വഴി നടത്തിയവർക്ക് ദൈവത്തോട് നന്ദി പറയാണ്. ഇനിയുള്ള കാലങ്ങളിലെ അമ്മാമ്മയ്ക്ക്
ആയുസ് എത്രത്തോളത്തോളം ദൈവം കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. അത്രയും കാലത്തോളം ദൈവം അത്രയും മനോഹരമായി ദൈവത്തിന്റെ കരങ്ങളിൽ അമ്മാമയെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. കൊടക്കൽ സൺഡേ സ്കൂളിന്റെ പേരിലുള്ള ആശംസകൾ ഈ സമയം ഞാൻ വളരെ സ്നേഹത്തോടെ സമർപ്പിക്കുന്നു. ഇനി ആരാണുള്ളത്? താങ്ക് യു. ഇപ്പൊ എല്ലാവരും ആയില്ലേ? ഗിഫ്റ്റ്സ് ഒന്ന് കൈമാറിക്കോട്ടെ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീഡിയോ ഗിഫ്റ്റുകൾ അമ്മാമിക്കുള്ള ഗിഫ്റ്റുകൾ കൊടുത്തോ? ഓക്കെ, ആദ്യം നമുക്ക് ഷോൾ ഇട്ട് അമ്മാമി ആദരിക്കാം. അതിനുശേഷം ഇപ്പൊ നിങ്ങൾക്ക് കേക്ക് പെട്ടെന്ന് മുറിച്ച് തന്നാൽ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ കേക്കിലേക്കാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ ഷോൾ അണിയിച്ച് അമ്മാമയെ ആദരിക്കുകയാണ് കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ കേക്ക് മുറിക്കുക. ഓക്കെ അമ്മാമി. പിന്നെ അത് നമ്മള് കേക്ക് വെട്ടാൻ പോവാ. Happy birthday to you. Happy birthday to you. Happy birthday to Mama. Happy birthday to you. May the good God bless you. May the good God bless you. May the good God bless you. Happy birthday to you. Very big clap. Happy birthday, and the star burns tonight. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്. എൻ്റെ ചാനൽ ആദ്യമായി കാണിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്.